ഹലോ ഗൈസ്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു ആരും. എനിക്ക് തോന്നുന്നു ഒരാഴ്ചയെങ്കിലും ആയി കാണും എൻ്റെ വീഡിയോ ഒക്കെ കണ്ട്. അതിൽ മേലെയായെന്ന് തോന്നുന്നു വീഡിയോ ഒക്കെ ഇറങ്ങിയിട്ട്. അതിന് കുറച്ച് കാരണങ്ങളൊക്കെ ഉണ്ട്. മെയിനായിട്ട് ഇപ്പോൾ എൻ്റെ സിറ്റുവേഷൻ അറിയാമല്ലോ. എനിക്ക് ഈ ശ്വാസകോശ സംബന്ധം അസുഖമുണ്ട്. അതുകൊണ്ട് നല്ല ബുദ്ധിമുട്ട് എല്ലാ രീതിയും, സാമ്പത്തികമായിട്ടാണെങ്കിലും ആരോഗ്യപരമായിട്ടാണെങ്കിലും നല്ല ബുദ്ധിമുട്ട് നേരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ട്. അതിൻ്റെ ഒരു ഇതിലായിരുന്നു കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട്. കഴിഞ്ഞ ആഴ്ചയൊക്കെ ആയപ്പോഴത്തേക്ക് ഇനിയിപ്പോൾ ഒരു 10-ാം തീയതി വരെ ഈ ബുദ്ധിമുട്ടിങ്ങനെ കാണും. അപ്പോൾ അതൊക്കെ പോട്ടെ, ഞാനിപ്പോൾ വീഡിയോ പറയാൻ വന്നത്, അപ്പോൾ എൻ്റെ ഇതിലുള്ള ഒരു ഫ്രണ്ട്സ് ലിസ്റ്റ് അല്ല വേണ്ട, ഈ ഫോളോവേഴ്സിലുള്ളവർ, അതിലൊരു 80% എൻ്റെ കൂട്ടുകാരും എന്നെ അറിയാവുന്നവരുമായിരിക്കും. അവർക്കൊക്കെ എൻ്റെ സിറ്റുവേഷൻ എന്താണെന്നും എല്ലാം നല്ലപോലെ അറിയാം. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ അവരൊക്കെ അറിയാനും. ഇപ്പോൾ എനിക്ക് ഈ ശ്വാസകോശ സംബന്ധമുള്ള അസുഖമാണ്. അപ്പോൾ അതിൽ ഞാൻ നേരിടുന്ന ബുദ്ധിമുട്ട്, എൻ്റെ പ്രശ്നങ്ങൾ, ഞാനതെങ്ങനെ റിക്കവർ ചെയ്യുന്നു, ഭാവിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു, എന്തൊക്കെ എൻ്റെ ലൈഫിലുള്ള പ്രശ്നങ്ങൾ വന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാം എന്ന് കരുതിക്കൊണ്ടാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാമെന്ന് കരുതുന്നത്. കാരണം ഈ ശ്വാസകോശ സംബന്ധ അസുഖം ഇന്നിപ്പോൾ എല്ലാവർക്കും ഉണ്ട്. അത് പല കാരണങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ഞാൻ എൻ്റെ കാരണങ്ങളൊക്കെ ഷെയർ ചെയ്യുകയും അതിനെ റിക്കവർ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന മരുന്നായാലും അതിനെന്തൊക്കെ ചെയ്യുന്നു, ഞാൻ എൻ്റെ ലൈഫ് എങ്ങനെ മുന്നോട്ട് പോകുന്നു, അതൊക്കെയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. എൻ്റെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ, ഞാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അതൊക്കെ നിങ്ങളോട് പറയാമെന്ന് കരുതിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഞാൻ ചെയ്യുന്ന എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറയാം, തിരുത്താം. ഇനി നിങ്ങൾക്ക് അറിയാവുന്ന എനിക്ക് പറഞ്ഞു തന്നാൽ ഞാനത് ചെയ്യും. കാരണം എനിക്ക് ഈ അസുഖം മാറണം, മുന്നോട്ട് പോകണം, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം തന്നെ എന്താ പറയുക, ഒത്തിരി ബുദ്ധിമുട്ട്, സാമ്പത്തികമായിട്ട് നല്ല ബുദ്ധിമുട്ട്. കാരണം ഈ ആശുപത്രി ചിലവെന്ന് പറയുന്നത് ഭയങ്കരമാണ്. മരുന്നിനൊക്കെ നല്ല കോസ്റ്റ്. അത് കാരണം നിങ്ങളൊക്കെ ഉദ്ദേശിക്കാവുന്നതിനപ്പുറം കടത്തിലാണ്. ഒന്ന് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല, സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ ഇട്ട് ആരെങ്കിലുമൊക്കെ കണ്ട്, നിങ്ങളൊക്കെ കണ്ടാൽ തന്നെ ഇപ്പോൾ അറിയാമല്ലോ, ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും കണ്ടു കഴിഞ്ഞാൽ നമുക്കൊക്കെ വരുമാനം കിട്ടും. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക വീഡിയോ ഒക്കെ. എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇങ്ങനെയൊക്കെ പറ്റൂ. കാരണം എനിക്ക് വേറെ ജോലിക്കൊന്നും ഇപ്പോൾ പോകാൻ പറ്റത്തില്ല. മുന്നോട്ടുള്ള ജീവിതത്തിൽ പറ്റുമെന്നും അറിയത്തില്ല. കാരണം ശ്വാസകോശം നിങ്ങളൊക്കെ ശ്വസിക്കുന്നതിൽ ഒരു 100% ആണെങ്കിൽ എനിക്കത് ബിലോ 50% എൻ്റെ കപ്പാസിറ്റി. എനിക്കങ്ങോട്ട് നടക്കാനോ ഇരിക്കാനോ ഒന്നും പറ്റത്തില്ല. ചില സമയത്ത് ഇത് സിവിയർ ആയിക്കഴിഞ്ഞാൽ അതിൽ ബാത്റൂമിൽ പോകണമെങ്കിൽ പോലും ഒരാളുടെ സഹായം വേണം. എപ്പോൾ കൂടും എപ്പോൾ കുറയും ഒന്നും പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഇന്നിപ്പം മഴയാണ്, പ്രതീക്ഷിക്കാതെ മഴ വന്നാൽ അതും ഒരു ശ്വാസം മുട്ടൽ അല്ലെങ്കിൽ ഒരു ആസ്മ അറ്റാക്കിന് ഒരു കാരണമാണ്. എന്തായാലും മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങൾ എന്നെയും കൂടെ കൂട്ടുമെന്ന് കരുതുന്നു. അല്ലെങ്കിൽ എന്നെ സഹായിക്കണം. വീഡിയോ കണ്ടാൽ മതി, അല്ല എനിക്കൊന്നും വേണ്ട. കാരണം എനിക്ക് വേറെ ജോലിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോൾ തൽക്കാലം. എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാതിരിക്കത്തില്ല. ഓരോന്നും ചെയ്ത് നോക്കുന്നുണ്ട്. അതെല്ലാം വഴിയെ നിങ്ങൾക്കെല്ലാം പറഞ്ഞു തരാം. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് കൂടെ വേണം. അത് തന്നെ ഇപ്പോഴും എപ്പോഴും ഞാൻ പറയുന്നു. ഹെൽപ്പ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.